വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചോക്ക് പെയിൻറ്റ് അതുപോലെ ജെസ്സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ബോട്ടിൽ ആർട്ടിൽ നിന്നല്ല, ഏതൊരു പെയിൻറ്റിങ്ങിനാണെങ്കിലും ക്യാൻവാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സർഫസിൽ പെയിൻറ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് സാധാരണ പെയിൻറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റാണ് ഈ ഒരു ജെസ്സോ അല്ലെങ്കിൽ ചോക്ക് പെയിൻറ്റൊക്കെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കല്ലേ. അതുപോലെ തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ബെൽ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. ഇതിന് 20 രൂപയൊക്കെയാണ് കേട്ടോ ഒരു പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചോക്ക് പെയിൻറ്റും ജെസ്സോയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചോക്ക് പെയിൻറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു സ്പൂൺ POP എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ അക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും പെയിൻറ്റ് എടുക്കാം കേട്ടോ. അത് ഈ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് നോക്കുക. അതായത് 1 സ്പൂൺ POP എടുക്കുമ്പോൾ 2 സ്പൂൺ പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പേസ്റ്റ് പോലെ ആവും കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് നോക്കിയിട്ട് മാത്രം ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ കിട്ടുന്നത് വരെ കുറച്ച് 1-2 ഡ്രോപ്സ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്ലൂ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ശരിക്കും ഈ ഒരു POP എന്ന് പറയുന്നത് ഒരു ഡസ്റ്റ് ആണല്ലോ, ഒരു പൊടിയാണ്. അപ്പോൾ ആ ഒരു പൊടി നന്നായിട്ട് ബൈൻഡ് ചെയ്തിരിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന കാര്യമാണ് അക്രിലിക് പെയിൻറ്റ്. അതുകൊണ്ടാണ് അത് 2 സ്പൂൺ വേണമെന്ന് പറയുന്നത്. 2 സ്പൂൺ ചേർത്താൽ മാത്രമാണ് ആ ഒരു കൺസിസ്റ്റൻസി നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ POP ഇങ്ങനെ ഡസ്റ്റ് ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ബബിൾസ് ഇങ്ങനെ വരും. ആ ബബിൾസൊക്കെ മാക്സിമം കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നാലും നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ടെക്സ്ചറിൽ അത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ ജെസ്സോയും അതുപോലെ ചോക്ക് പെയിൻറ്റും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിപ്പം കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കാരണം ഞാൻ കടയിൽ കയറിയ സമയത്ത് ഇങ്ങനെ നോക്കിയപ്പം അതിൻ്റെ റേറ്റ് നല്ല റേറ്റാണ്. കാരണം അതൊരു മീഡിയം സൈസ് തൊട്ട് വലിയ ബോട്ടിൽ വരെയൊക്കെയാണ് കിട്ടുന്നത്. ചെറിയ ബോട്ടിലൊന്നും നമുക്കത് കിട്ടുന്നില്ല. അപ്പം നല്ലൊരു പ്രൈസും അതിന് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കിങ്ങനെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. ആവശ്യമുള്ളപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. കുറച്ചത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പെയിൻറ്റിൻ്റെ ഒക്കെ ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു പകുതി മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളത്. കാരണം അതാണ് എളുപ്പം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, ഒരേപോലെ എല്ലായിടത്തും ആവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പോഞ്ചിൻ്റെ ചെറിയ ബബിൾസ് പോലെ അതിലിങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഒന്നും കൂടി പയ്യെ ടാപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഒരുപാട് അമർത്തി വേണ്ട, പയ്യെ ഒന്ന് ടാപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ആ ബബിൾസ് പയ്യെ പോയി കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തൊരു കോട്ടും കൂടി കൊടുക്കാം. എന്നാൽ മാത്രമേ ആ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. ബാക്കി വരുന്ന പെയിൻറ്റ് ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഈ ഒരു ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി 2 കോട്ട് അപ്ലൈ ചെയ്തൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ജെസ്സോ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1 സ്പൂൺ തന്നെ POP എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിന് തന്നെ 1 സ്പൂൺ അക്രിലിക് പെയിൻറ്റ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അക്രിലിക് പെയിൻറ്റ് തീർന്നു കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ വൈറ്റ് കളർ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം ആ വൈറ്റ് കളർ തീർന്നു. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ തികച്ചിട്ടിട്ടില്ല. അപ്പോൾ ആ 1 സ്പൂൺ തന്നെ കംപ്ലീറ്റ് ഇടുക. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഗ്ലൂവും കൂടി ആഡ് ചെയ്യാം. ഗ്ലൂ എന്ന് പറയുമ്പോൾ വൈറ്റ് ഗ്ലൂ തന്നെ ആഡ് ചെയ്യുക കേട്ടോ. അതായത് ഫെവിക്കോൾ പോലത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ഗ്ലൂ, അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ജെസ്സോയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴൊന്നുമല്ല, ഒരു വർഷത്തിന് മേലായി. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തതായിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഐക്കാർട്ടിലും കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കയറി നോക്കാം കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് പകരം ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം.
ഇത് കുറച്ച് നേരം ഒന്ന് ക്ഷമയോടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അതിൽ ഈ ബബിൾസ് വരുന്നതൊക്കെ കളഞ്ഞ് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഈ പെയിൻറ്റിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മറ്റേ ബോട്ടിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഞാൻ വേറൊരു ബോട്ടിൽ എടുക്കുകയാണ്. അതിൽ നമുക്ക് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതും ഞാൻ 2 കോട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അടുത്ത കോട്ട് കൊടുക്കാം. ഈ സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പെയിൻറ്റ് വേണ്ട കേട്ടോ. കുറച്ച് പെയിൻറ്റ് ഒന്ന് ആക്കിയിട്ട് ആ ബോട്ടിലേക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഒരുപാട് പെയിൻറ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ബബിൾസ് വന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഈ 2 ബോട്ടിലൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പെയിൻറ്റ് ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാം. അങ്ങനെ ചോക്ക് പെയിൻറ്റും ജെസ്സോയും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ചോക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതായത് എന്താ പറയുക, കുറച്ച് റഫായിട്ടുള്ളൊരു സർഫസാണ് ഈ ഒരു ചോക്ക് പെയിൻറ്റിന് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ എത്ര കട്ടിയുള്ള ഞാൻ നഖം വെച്ച് വരെ ഉരച്ച് നോക്കി, എന്നിട്ട് പോലെ അത് ഇളകി പോവില്ല. അത്രയും നല്ല ഒരു ബേസ് കോട്ടായിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. അതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രപ്പോർഷനിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണല്ലോ. ശരിക്കും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ടാൽക്കം പൗഡർ, അത് ഈ സെയിം പ്രൊസീജിയർ തന്നെ ചോക്ക് പെയിൻറ്റും ജെസ്സോയും ടാൽക്കം പൗഡർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കും കിട്ടുന്നത്. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ളതിനേക്കാളും നല്ല ഫൈൻ തരികളാണല്ലോ പൗഡറിലുള്ളത്. അതുകൊണ്ടാണ് അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ജെസ്സോയും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള ആ ബോട്ടിലൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജെസ്സോ ചെയ്തിട്ടുള്ള ബോട്ടിൽ എടുത്തപ്പോൾ എനിക്കിതിൽ കാണാൻ കഴിഞ്ഞത് കുറച്ചും കൂടി തരികൾ നിൽക്കുന്നുണ്ട്. നമ്മൾ സെയിം പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ് എടുത്തത്, പക്ഷേ ഇതിൽ കുറച്ച് തരികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ചോക്ക് പെയിൻറ്റിൽ അതില്ല. ചോക്ക് പെയിൻറ്റിൽ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഹാർഡായിട്ടുള്ള ഒരു ഫിനിഷിംഗ് കിട്ടി. പക്ഷേ ഇതിൽ കുറച്ചും കൂടി തരികൾ, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു നല്ല തരികൾ അതിലിങ്ങനെ കാണാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫിനിഷിങ് സത്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ശരിക്കും നമ്മളിത് യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് ഇളകി വരാതിരിക്കുക. അതാണ് ഈ ഒരു ബേസ് കോട്ടിൻ്റെ ആവശ്യം. അത് നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് ഇളകി വരില്ല, അത് ഓക്കെയാണ്. പക്ഷേ ഫിനിഷിങ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് ഈ ജെസ്സോ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ കുപ്പിവരയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ആകെ 2 തവണ മാത്രമാണ് ഈ POP വെച്ചിട്ടുള്ള ജെസ്സോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് അതിൻ്റെ ആ ഒരു സർഫസും ഇഷ്ടമാവാനിട്ട് പിന്നീട് ഇങ്ങോട്ട് ഞാൻ പൗഡർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഞാൻ ചെയ്തിരുന്ന ആ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പൗഡർ വെച്ചിട്ട് തന്നെ ഉള്ളതായിരുന്നു. പക്ഷേ പൗഡർ നമുക്ക് അത്രത്തോളം ലാഭമുള്ള കാര്യമായിരിക്കില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ POP, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടുള്ള ചോക്ക് പെയിൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ജെസ്സോ എനിക്ക് ആ ഒരു ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ എപ്പോഴും ജെസ്സോയ്ക്ക് പ്രിഫർ ചെയ്യുന്നത് ടാൽക്കം പൗഡർ തന്നെയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പൗഡർ വെച്ചിട്ട് ജെസ്സോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചറിയാം, നല്ല സ്മൂത്തായിട്ടുള്ള ഫിനിഷിംഗ് ആണ്. എനിക്ക് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയ്ക്കും നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് പറയണം തോന്നി, അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.